പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈ അൽത്താരയിൽ നിർത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് മാളവിക. ഞാൻ പത്തനംതിട്ട അടൂരെന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആണിത്, പ്രശാന്ത് എന്നാണ് പേര്. 2025 ജൂലൈ മാസം 16-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ ഒരു കാര്യമാണ് ഞാൻ വെച്ചിരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് കോവിഡ് ടൈമിലാണ് അറിയുന്നത്. പക്ഷേ അന്ന് എനിക്ക് കൂടുതലൊന്നും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അത് ഞാൻ കേട്ടു അങ്ങ് വിട്ടു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ കാണുന്നൊരു വ്യക്തിയുണ്ട്. ചേച്ചി വന്നിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചിയാണ് എന്നോട് ആദ്യം പറയുന്നത്, ആലപ്പുഴയിൽ കൃപാസനം എന്നൊരു പള്ളിയുണ്ട് മോളെ, അവിടെ പോകണം, അവിടെ അമ്മയെടുത്ത് നിൻ്റെ വിഷമം എല്ലാം പറഞ്ഞ ഒരു പരിഹാരം എല്ലാത്തിനും അമ്മ കാണിച്ചു തരുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എൻ്റെ മനസ്സിൽ പള്ളിയിൽ പോകണം എന്നുള്ളത്, അത് എന്നെ ഇവിടത്തേക്ക് ഇങ്ങനെ ആകർഷിക്കുന്ന പോലെ എനിക്ക് ആ സമയത്ത് തോന്നിയത്. പോകണം എന്നുള്ള ഇത്. അപ്പം ഞാൻ എൻ്റെ അമ്മയോടത് പറഞ്ഞു. അമ്മ ഇങ്ങനെ എൻ്റെ മനസ്സിലങ്ങ് പോകണം എന്നൊരു തോന്നലങ്ങ് വന്നുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ പോകണം. അപ്പം തന്നെ ഞാൻ ഫോണിൽ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നമുക്ക് പോകണമല്ലോ അവിടെ, എനിക്ക് ഇങ്ങനെ അങ്ങ് തോന്നുവാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ നാളെ പോവാതിരിക്കുക, ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശരി ചേച്ചി, എനിക്കും വരണമെന്നുണ്ട്. അപ്പം ചേച്ചി പറഞ്ഞ്, ചേച്ചി അതിരാവിലെ പോവും, വെളുപ്പിനെ പോവും, അതുകൊണ്ട് ഞാൻ പോകാം, പോയിട്ട് അവിടുത്തെ ഒന്നും ചേച്ചിക്കും എന്നെക്കുറിച്ച് അറിയത്തില്ല, ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല, പോയിട്ട് വന്നിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഉടമ്പടി എടുത്താൽ മതി. ഞാൻ പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ചേച്ചി വന്ന് ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് തന്നെ ചേച്ചി എൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം തന്നു, പ്രാർത്ഥിക്കേണ്ട രീതിയെല്ലാം പറഞ്ഞു തന്നു. അന്ന് സന്ധ്യ തൊട്ട് ഞാൻ അമ്മയുടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ചേച്ചി എല്ലാം പറഞ്ഞു തന്ന ആ ഒരു ഊഹത്തിൽ ഞാൻ അമ്മയുടെ പ്രാർത്ഥനയെല്ലാം അന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം ഹസ്ബൻഡിന് ആദ്യമൊന്നും കൃപാസനത്തിൽ വരുന്നതിനോടോ അങ്ങനെ വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, നീ പൊക്കോ, പ്രാർത്ഥിച്ചോ, അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞു, വാ നമുക്ക് എന്നാൽ പോകാം, പള്ളിയിൽ പോകാം. അങ്ങനെ ചേച്ചിയും ഞാനും ഹസ്ബൻഡും കൂടെ വന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇദ്ദേഹം എന്നോട് പറഞ്ഞ്, ഞാൻ അവിടെ വിട്ടിട്ട് ഞാൻ കാറിൽ ഇരുന്നോളാം, നീ പോയി എല്ലാം ചെയ്തിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, അയ്യോ ചേട്ടാ കുറച്ച് സമയമൊക്കെ എടുക്കും അതിന്, അപ്പോൾ എത്ര സമയമായാലും കുഴപ്പമില്ല, ഞാൻ കാറിൽ ഇരുന്നോളാം, നിങ്ങൾ പോയി എല്ലാം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ശരി, എന്തുവാണെന്നോ എനിക്കറിയത്തില്ല. പള്ളിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇദ്ദേഹം എന്നോട് പറയാം, ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ വരുവാ നിൻ്റെ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് ഉടമ്പടി ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് എല്ലാം ചെയ്ത് എനിക്കങ്ങ് അത്ഭുതമായിരുന്നു. എങ്ങനെ പറഞ്ഞ ആൾ പെട്ടെന്ന് ഇതെന്തോ പറ്റി എന്നും. അപ്പോൾ ചേച്ചിയും പറഞ്ഞു, അയ്യോ ചേട്ടന് എന്തോ പറ്റി. അങ്ങനെ എൻ്റെ കൂടെ വന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി. ഇദ്ദേഹം ഒരു എക്സ് സർവീസ്മാനാണ്, പട്ടാളക്കാരനാണ്. 2019 റിട്ടയർഡ് ചെയ്തു വന്ന ആളാണ്. ഞാൻ അമ്മയെടുത്ത് എൻ്റെ നിയോഗത്തിൽ ആദ്യം വെച്ചത് ഇദ്ദേഹത്തിന് സ്ഥിരമായ ഒരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് മാത്രമാണ് വെച്ചത്. 2019 തൊട്ട് ഇപ്പോൾ 6 വർഷമായി സ്ഥിരമായ ഒരു ജോലി ഇല്ലാതെ അദ്ദേഹം നിൽക്കുമായിരുന്നു. ആ സമയത്ത്, ആ ഇറങ്ങിയ സമയത്ത് ഫയർഫോഴ്സിലും ഈ ട്രാഫിക് പോലീസിലോട്ട് ഈ എക്സ് സർവീസ്മെന്നെ എടുക്കുന്ന ഒരു വേക്കൻസി വന്നായിരുന്നു, ഇവരെ മാത്രം എടുക്കുന്നു. അങ്ങനെ അതിൽ അദ്ദേഹം അപ്ലൈ ചെയ്ത് കുറച്ച് പേരെ, എനിക്ക് തോന്നുന്നു ഒരു 10 പേരെയോളം അവർ ആ ലിസ്റ്റിൽ നിന്ന് വിളിച്ചുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ നമ്പർ 19 ഇദ്ദേഹത്തിൻ്റെ നമ്പർ. അപ്പം കുറച്ച് പേരെ വിളിച്ചുള്ളൂ, ഇനിയിപ്പോൾ ഉടനെ ഒന്നും വിളിക്കത്തില്ല എന്നുള്ള. അങ്ങനെ പല ജോലികളിലും ഇദ്ദേഹം പോയി. പല ജോലിയും പോയെങ്കിലും 3 മാസം അല്ലെങ്കിൽ 6 മാസം അദ്ദേഹം അവിടെ തേക്കത്തില്ല. ഒന്നീ ഇദ്ദേഹം മതിയാക്കി ഇറങ്ങും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇറങ്ങും. അതായിരുന്നു സ്ഥിരമായിട്ടുണ്ടായിരുന്ന കാര്യം. പിന്നെ കുറേ നാൾ, ഒരു 6-7 മാസം ജോലി ഇല്ലാതെ വെറുതെ വീട്ടിൽ നിൽക്കുകയും ചെയ്തായിരുന്നു, ഒന്നുമില്ലാതെ. ഞാനിവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, അമ്മ എന്തെങ്കിലും എനിക്ക് കാണിച്ച് തന്നേ പറ്റൂ ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യത്തിൽ. അതിനായിട്ട് ഞാനിവിടെ നിന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ എനിക്കൊരു അടയാളം അമ്മ തരണം, അല്ലാതെ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. ഞാനത് പറഞ്ഞു തീർന്ന്, എനിക്കിന്ന് അടയാളം വേണം അമ്മേ. ജൂലൈ മാസം 31-ാം തീയതിക്ക് മുമ്പ് ഇദ്ദേഹത്തിന് സ്ഥിരമായൊരു ജോലി അമ്മ എനിക്ക് തന്നേ പറ്റൂ അമ്മേ, അല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല അമ്മേ. ഇദ്ദേഹം ആദ്യം ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഫയർഫോഴ്സിൽ തന്നെ കിട്ടണമെന്നുള്ളത്, ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ ജോലി. പക്ഷേ കിട്ടിയതേ ഇല്ല. ഈ ലിസ്റ്റിൽ നിന്ന് ആരെയും വിളിക്കുന്നതും ഇല്ല. ആ ലിസ്റ്റ് അങ്ങനെ തന്നെ കിടക്കുക.
ഞാനിവിടെ അമ്മയെടുത്ത് അടയാളം തരണേ അമ്മയെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അമ്മയുടെ ആ 3 ഇതളുള്ള വലിയ മെഴുകുതിരി ഇരിക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അമ്മ കേട്ടല്ലോ, അമ്മ എനിക്ക് ഇതാണോ അടയാളമായിട്ട് തന്നേന്ന് ഞാൻ ചോദിച്ചു. അതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ വീട്ടിൽ പോയി. അന്ന് രാത്രി തന്നെ എനിക്ക് സ്വപ്നദർശനം വരുക. 7:15 എന്ന് പറഞ്ഞ ഒരു സംഖ്യ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. അത് 3 പ്രാവശ്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് 7:15 എന്ന് പറയുന്ന സംഖ്യ ഇങ്ങനെ പോവുക. സമയഘടികാരം നെഞ്ചിലെത്തി. അമ്മ ഇവിടെ വന്നത് 8:10 എന്നല്ലേ, അതുപോലെ എനിക്ക് 7:15 എന്ന് പറഞ്ഞ നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി. ഞാനപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അമ്മേ. അപ്പം അമ്മ പറഞ്ഞു, നീ സമാധാനം എഴുതിയിട്ടിരിക്കുക, അമ്മ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അത് കാണിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, വീണ്ടും ഫയറിലോട്ടും ട്രാഫിക്കിലോട്ടും ആളിനെ എടുക്കുന്നെന്ന് ഇങ്ങനെ പറയുന്ന കേട്ടു, ഒന്ന് പോയി അന്വേഷിക്ക്, പത്തനംതിട്ട ഫയറിലൊന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ശരി എന്നാൽ ഞാൻ ഒന്ന് പോയി തിരക്കാം. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഉപ്പ് കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ ഇടണേന്ന്. അദ്ദേഹം അതുപോലെ തന്നെ ചെയ്ത് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ഒന്നും പറയുന്നില്ല. കിട്ടുമെന്നും അല്ലെങ്കിൽ വിളിക്കുമെന്നും ഉടനെ എടുക്കുമെന്നും അങ്ങനെ ഒന്നും പറയുന്നില്ല. വേക്കൻസി വരട്ടെ അപ്പം നോക്കാം, ലിസ്റ്റിലുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങ് വിട്ടു. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്ന് ഈ വിവരം എന്നോട് പറഞ്ഞു. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അറിയുന്നു ആ ലിസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവുക. ഇനിയിപ്പോൾ അതിൽ നിന്ന് ആരെയും എടുക്കത്തില്ല, ആ ലിസ്റ്റ് ഇനിയില്ല, ഇനി പുതിയ നോട്ടിഫിക്കേഷനേ വരത്തുള്ളൂ, ലിസ്റ്റിൽ ഇനി എടുക്കത്തില്ല, ആ ലിസ്റ്റ് കഴിഞ്ഞു, ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്തോ അമ്മേ അടയാളമായിട്ട് തന്നതുമൊക്കെ അല്ലേ, എന്തോ അമ്മേ ഞാൻ എന്ത് ചെയ്യും അമ്മ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ, എങ്ങനെയെങ്കിലും അമ്മ ആ ജോലി എനിക്ക് ആ ചേട്ടനും നേടിക്കൊടുത്തേ പറ്റൂ അമ്മയെന്ന് ഞാൻ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു. അപ്പം അമ്മ ഞാൻ ഈ കരയുന്നാണ്ട് ഇദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, ഒരു കാര്യം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കണ്ട, അമ്മ ആ ജോലി എനിക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി എത്ര ലിസ്റ്റ് ക്ലോസ് ചെയ്യാലും എങ്ങനെ ആയാലും അത് അമ്മ എനിക്ക് തന്നിരിക്കുമെന്ന് ഇദ്ദേഹം ഒരു വാക്ക് എന്നോട് പറഞ്ഞു. അപ്പം ഞാനും അത് ശരിയാ ചേട്ടാ, അങ്ങനെ തന്നെ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. 3 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരിക. ജൂലൈ മാസം 3-ാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പത്തനംതിട്ടയിൽ ചെല്ലാനായിട്ട് 3-ാം തീയതി ചെല്ലണമെന്നും പറഞ്ഞ് കോളിംഗ് ലെറ്റർ വന്നു ഇദ്ദേഹത്തിന്. അത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, സ്വപ്നമാണോ ഇത് സത്യമാണോ എന്തുവാണെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് തന്നെ ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന് ആ കോളിംഗ് ലെറ്റർ ഞാൻ അമ്മയെ കാണിച്ചിട്ട് തിരിച്ചു പോയി. അത് അപ്പം ജൂലൈ മാസം 3-ാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വന്നപ്പം ആ അമ്മ കാണിച്ച 7 എന്ന് പറഞ്ഞ നമ്പർ 7-ാം മാസം, ജൂലൈ 7-ാം മാസം എനിക്ക് അമ്മ 7 എനിക്ക് മെഴുകുതിരിയിലും കാണിച്ചു തന്നായിരുന്നു 7 എന്ന് പറയുന്ന നമ്പർ. ആ 7-ാം മാസം അമ്മ എനിക്ക് ആ കോളിംഗ് ലെറ്റർ ഇദ്ദേഹത്തിന് വന്നിരുന്നു. അങ്ങനെ 13-ാം തീയതി അദ്ദേഹത്തിന് ട്രെയിനിങ് തുടങ്ങി. ട്രെയിനിങ്ങിന് കയറി 15 എന്ന് പറയുന്ന തീയതി 7/15 ഞാൻ കണ്ടത്. 15-ാം തീയതി ഇദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ഫയർ സ്റ്റേഷനിലാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കുന്നതെന്നും പറഞ്ഞു അവിടുന്ന് ചേട്ടന് കിട്ടി, ആ ലെറ്ററും കിട്ടി. അങ്ങനെ 7/15 എന്ന് പറഞ്ഞ നമ്പർ എനിക്ക് അമ്മ കാണിച്ചു തന്നത് സത്യമായി. ഇവിടെ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് തന്നെ, ഇത് വേറൊന്നുമല്ല. അമ്മ മാതാവ് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ജോലി. ഒരുപാട് 3 വർഷമായിട്ട് ലിസ്റ്റിൽ കിടന്നതാണ്. ആ ലിസ്റ്റ് അനങ്ങാതെ എൻ്റെ അമ്മ ആ ലിസ്റ്റ് അവിടെ നിന്ന് അനക്കി. അതുമാത്രമല്ല, ലാസ്റ്റ് ഇദ്ദേഹത്തെയാണ് വിളിച്ചത്. 19 എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിച്ചു. അതോടുകൂടി ആ ലിസ്റ്റ് അവർ ക്ലോസ് ചെയ്തു. പിന്നെ ഇനി ആ ലിസ്റ്റിൽ നിന്ന് ആരെയും വിളിക്കത്തില്ല. ആ 19 ആമത്തെ ആൾ ഇദ്ദേഹമായിരുന്നു. ഇനി പുതിയ ലിസ്റ്റ് വന്നേ അടുത്ത ആൾക്കാരെ എടുക്കത്തുള്ളൂ. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് ഈ അദ്ദേഹം ആഗ്രഹിച്ച പോലെ എന്ന ജോലി തന്ന് അമ്മ ഞങ്ങളെ സഹായിച്ചു. 2-മത്തേന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് ഇടത്തെ കഴുത്തിൻ്റെ താഴെയായിട്ട് കുറച്ച് നാളിന് മുമ്പ് ഒരു ചെറിയ നിഴലിപ്പ് പോലെ വന്നായിരുന്നു. അതിങ്ങനെ ദിവസം കഴിയുന്തോറും അതിങ്ങനെ കൂടി ഇങ്ങനെ ഒരു മഞ്ചാടി കുഴുവിൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിങ്ങനെ ദിവസം കൂടുന്തോറും പോകുന്നല്ലോ, അപ്പോൾ സർജനെ നമുക്ക് കാണിക്കാം.
എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ അമ്മയെ സർജനെ കാണിക്കുന്ന, ഞാൻ ഇവിടുന്ന് അമ്മയുടെ ഒരു രൂപം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ ഒരു സർജൻ ഉണ്ടല്ലോ അമ്മേ, നമുക്ക് അമ്മയോട് പറയാം. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ആ കഴുത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എനിക്കറിയത്തില്ല ആ സാധനം അവിടെ ഇല്ല. ആ നിഴലിപ്പും ആ ഒരു മുഴ പോലുള്ളത് അമ്മയുടെ ആ ഭാഗത്തില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ ഈ ഭാഗത്തല്ലേ, എന്നാൽ മറ്റേ ഭാഗത്തായിരിക്കും എന്നും പറഞ്ഞ് അവിടെ നോക്കി. ഇന്ന് ഈ നിമിഷം വരെ ആ ഒരു സാധനം പിന്നെ അമ്മയ്ക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു സൗഖ്യം എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എൻ്റെ കുടുംബത്തിനായിട്ട് തന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രശാന്ത്, ഞാനൊരു എക്സ് സർവീസ്മാനാണ്. ഞാൻ ആദ്യം ഇവിടെ വൈഫ് വരുന്ന സമയത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവളെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞാണ് വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി എന്നെ അമ്മ വിളിക്കുന്നതായിട്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വരുന്നത്. അങ്ങനെ എനിക്ക് വലിയ വിശ്വാസമായി. ഞാൻ ഇപ്പോഴും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് എനിക്ക് ജോലി കിട്ടിയതെന്നും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം 197 പേരുടെ ലിസ്റ്റ് 3 വർഷമായെങ്കിലും അവസാന നിമിഷം അവസാനം ഒരു 4 പേരെ അവർ വിളിച്ചു. അതിൽ ഏറ്റവും അവസാനത്തെ നമ്പർ എൻ്റേതായിരുന്നു. അപ്പോൾ അതിൽ അമ്മയുടെ വലിയ ഒരു കടാക്ഷമുണ്ട്. 1000 നന്ദി അമ്മയ്ക്ക്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്ത് ഇവിടുന്ന് പത്രം ഞാൻ മാസം തോറും വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും തുണിക്കടകളുടെ ഫ്രണ്ടിലും ഞാൻ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പൊതിച്ചോറ് ആദ്യം ഞാൻ 5 ആയിരുന്നു, പിന്നെ ഞാനത് 6 ആക്കി, പിന്നെ 7 ആക്കി. അങ്ങനെ ഓരോ മാസവും ഞാൻ കൂട്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വാർഡിലല്ല, ഞാൻ മുമ്പേ പറഞ്ഞ ചേച്ചിയുടെ വാർഡിൽ തളർന്നു പോയ ഒരു ചേട്ടനുണ്ട്. തീരെ നിവൃത്തിയില്ലാത്ത ചേട്ടനാണ്. ആ ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ പോവുകയും ഞങ്ങൾ 2 പേരും കൂടെ പൈസയായിട്ടും ഞങ്ങളാൽ കഴിയുന്ന പൈസയായിട്ടും ഡ്രസ്സായാലും അവിടെ ഒരു മോനുണ്ട്. ആ മോന് ഭക്ഷണവും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ മുഖാന്തരം എനിക്കറിയാവുന്ന 2 ചേച്ചി ഇവിടെ വന്ന് ഹസ്ബൻഡുമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ എണീറ്റ് ജപമാല ചൊല്ലുന്നത്. ബൈബിളും ഞാൻ വായിക്കാറുണ്ട്. ഇവിടെ ഉടമ്പടി പറഞ്ഞ പോലെ 1/2 മണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം ഒരു ചൊവ്വാഴ്ചയും ഞാൻ മുടങ്ങത്തില്ല. അത് മറ്റുള്ളവരിലോട്ടും ഞാൻ ഷെയർ ചെയ്യും. ഒരു ചൊവ്വാഴ്ച പോലും ഞാൻ മുടങ്ങത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം എനിക്കിപ്പോൾ മനസ്സിൽ വന്ന എൻ്റെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും വന്നാൽ ഞാൻ ഓടി വന്ന് അച്ഛൻ്റെ സംസാരം കേൾക്കും. അച്ഛൻ്റെ ആ ഒരു ശബ്ദം എനിക്കൊന്നും കേട്ട ഒരു സമാധാനമാണ്. ഒന്നുകിൽ ഡെയിലി ബ്രെഡിൻ്റെ കേൾക്കും, അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ കേൾക്കും. അച്ഛൻ്റെ ശബ്ദം കേട്ടതാണെങ്കിലും ഞാൻ വീണ്ടും ഒന്നും കൂടെ കേൾക്കും. ആ ശബ്ദം ഒന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനമായ ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഓടി വന്ന് ഞാൻ കേൾക്കും. ഉടമ്പടി വന്നതിന് ശേഷം ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്യാത്ത ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പാവപ്പെട്ടവർക്കായാലും ഓരോരുത്തരും നമ്മൾ മറ്റേത് റോട്ടിൽ കൂടെ പോകുമ്പോഴൊന്നും ആരെയും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇപ്പം എവിടെ ആരെ കണ്ടാലും എനിക്ക് മനസ്സിൽ തോന്നും, അയ്യോ ഇതൊരു പാവമാണല്ലോ, അല്ലെങ്കിൽ അതൊരു പാവം കുഞ്ഞാണല്ലോ, അല്ലെങ്കിൽ പാവം ഒരാളാണല്ലോ. അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഞാൻ അവർക്ക് നൽകും. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അതല്ല അവർക്ക് എന്തുവാണോ വേണ്ടതെന്ന് വെച്ചാൽ എന്നാൽ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നടത്തി തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് മരണം വരെ ഇനി ഈ ഉടമ്പടി തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. ഇനി ബാക്കിയുള്ളവരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്യും. ഇത്രയും അനുഭവങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും 1000 നന്ദി. കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തരം വരുളും. വലതു കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. സങ്കീർത്തനം 20:6 ദൈവത്തിൻ്റെ രക്ഷയിലും വിശ്വസ്തതയിലുമുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മെ കേൾക്കുന്ന ദൈവസ്വർഗത്തിൽ നിന്ന് നമുക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അവിടുത്തെ ശക്തിയും സംരക്ഷണവും ഉടമ്പടി മക്കൾക്ക് എപ്പോഴും ഉറപ്പാണ്. മനുഷ്യശക്തിയിലല്ല, ദൈവശക്തിയിലാണ് യഥാർത്ഥ വിജയം. ചിലപ്പോൾ ഉത്തരം കിട്ടാനായിട്ട് അല്പം വൈകും, എങ്കിലും ഒരിക്കലും ദൈവം മൗനമായി നമ്മെ ഉപേക്ഷിക്കില്ല.
നമ്മെ താങ്ങി നിർത്തുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവാനുഭവ സാക്ഷ്യമാണ് മാലവിക പ്രശാന്ത് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ പറഞ്ഞതുപോലെ ഈ മാലവികയുടെ ഹസ്ബൻഡ് ഇന്ത്യൻ ആർമിയിൽ ജോലിയായിരുന്നു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് 6 വർഷത്തോളം ജോലിയില്ലാതെ പല സ്ഥലങ്ങളിൽ ജോലിക്കായി അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. പിന്നീട് അറിഞ്ഞു ഫയർഫോഴ്സിൽ വേക്കൻസി ഉണ്ട്, അവിടെ ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റിൽ വരികയും ചെയ്തു. പക്ഷേ വീണ്ടും 3 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. പിന്നീടാണ് സ്വന്തം ചേച്ചി കൃപാസനത്തെപ്പറ്റി അറിയുകയും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും ചെയ്തത്. പിന്നീട് ചേച്ചി തന്നെയാണ് അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡിനെയും കൂട്ടി പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ വരികയും, പക്ഷേ ആദ്യം വന്നപ്പോൾ തന്നെ മകൻ പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ കയറില്ല, ഞാൻ വണ്ടിയിലിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വന്ന പ്രശാന്ത് പിന്നീട് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഉൾപ്രേരണ തോന്നി. പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വരാനായിട്ട് നമ്മൾ തോന്നിയല്ല, നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് ആ ഉൾപ്രേരണ മാതാവ് തന്നെയാണ് ഒരുപക്ഷെ ഈ മനു കൊടുത്തത്. അങ്ങനെ ഇവിടെ കൂട്ടിനായി വന്ന പ്രശാന്ത് വൈഫിനോടൊപ്പം ക്ലാസ്സിൽ പോവുകയും പിന്നീട് മരിയൻ ഉടമ്പടി എടുക്കുകയുമായിരുന്നു. പിന്നീടുള്ള ജീവിതത്തെപ്പറ്റി പറയുന്നതെല്ലാം നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യം ഈ മക്കളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ മകൾ പ്രാർത്ഥിച്ചത് 3 പ്രാവശ്യം പുതുക്കി 3-ാം പുതുക്കലിലാണ് ഈ മകൾ ഒരടയാളം അന്വേഷിക്കുന്നത്. അമ്മ മാതാവെ, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്കൊരടയാളം നൽകണേ എന്ന്. അന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ പ്രശാന്തിൻ്റെ കയ്യിൽ മെഴുകുതിരിയാണ് പ്രദക്ഷിണത്തിൽ ലഭിച്ചത്. അപ്പോൾ തന്നെ ഒരു ചെറിയ അടയാളമായിട്ട് മാലവികയ്ക്ക് തോന്നി. പിന്നീട് അന്ന് തന്നെ ഒരു സ്വപ്നത്തിൽ തന്നെ 75-715 എന്ന നമ്പർ 3 പ്രാവശ്യം സ്ക്രോൾ ചെയ്തു. അതും ഈ മകൾക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി എത്തിയപ്പോൾ 8:10 എന്ന് കാണിച്ചത് ഈ മകൾക്ക് മനസ്സിലായി. അത് ഓർത്തു. അപ്പോഴേ ഈ മകൾ വിചാരിച്ചു എന്തായിരിക്കാം ഈ 715 എന്ന നമ്പർ. പിന്നീടാണ് മനസ്സിലായത് അവിടെയും ഈശോയുടെ മമ്മിയുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ആ ഫയർഫോഴ്സിൽ ആപ്ലിക്കേഷനൊക്കെ കൊണ്ടുപോയി വേക്കൻസിയെ പറ്റി അറിയാൻ പോയപ്പോഴൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പുമായിട്ടാണ് പ്രശാന്ത് പോയിരുന്നത്. അങ്ങനെ ഈ മകൾ വിഷമിച്ച് പ്രാർത്ഥിച്ചപ്പോഴും പ്രശാന്ത് മടിച്ചു നിന്ന ആ പ്രശാന്ത് തന്നെയാണ് മാലവികയോട് പറയുന്നത്, വിഷമിക്കേണ്ട, പരിശുദ്ധമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ തന്ന ജോലിയാണെങ്കിൽ അമ്മ തന്നെ തരും, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട എന്ന് പ്രശാന്ത് തന്നെ മാലവികയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും അടുത്ത ലിസ്റ്റ് വരികയാണ്. ആ ലിസ്റ്റ് വന്നപ്പോഴത്തേന് 4 പേർ, ആദ്യം ഒരു ലിസ്റ്റ് വന്നു, അവിടെ പ്രശാന്തിൻ്റെ പേരില്ലായിരുന്നു. പിന്നീടുള്ള ലിസ്റ്റിനാണ് ഫസ്റ്റ് ലിസ്റ്റിൽ 15 പേരാണ് വിളിച്ചത്. പിന്നീട് സെക്കൻഡ് ലിസ്റ്റിൽ 4 പേരിൽ 4ാമത്തെ ആളായിട്ടാണ് പ്രശാന്തിന് സെലക്ഷൻ ആവുന്നത്. അതും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3 വർഷം ലിസ്റ്റിൽ കിടന്ന ഈ പേര് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഈ പേര് വരണമെങ്കിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ ഒരു വലിയ മധ്യസ്ഥ ഇടപെടലിലൂടെയാണ് ഈ മണി കിട്ടിയെന്നാണ് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയും മെറിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷം കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെയും ആ മെറിറ്റ് ഉണ്ടായിരുന്ന ആ വ്യക്തി ആയിരുന്നാൽ പോലും 4ാമത് സെലക്ഷനായിട്ട് കിട്ടണമെങ്കിൽ ആ ലാസ്റ്റായിട്ട് നെയിം വെച്ചത് ക്ലോസ് ആവുകയാണ് ആ ലിസ്റ്റ്. അവിടെയും ഈശോയുടെയും അമ്മയുടെ വലിയ സാന്നിധ്യമാണ്. നമുക്ക് കഴിവില്ല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ആ നിമിഷങ്ങളിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ പ്രശാന്തിന് ഇന്ന് ഫയർഫോഴ്സിൽ ജോലി കിട്ടി. 31 എന്ന ഡേറ്റ് ഇട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അമ്മയോട് പറഞ്ഞതും അതുതന്നെയാണ്, ജൂലൈ 31 മുമ്പ് അമ്മയെ എനിക്ക് ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ഇന്ന് ജൂലൈ 31 പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് മാലവികയും ഹസ്ബൻഡ് പ്രശാന്തും വന്നിരിക്കുന്നത്. എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് അമ്മയുടെ രോഗസൗഖ്യവും. കഴുത്തിലുണ്ടായിരുന്ന ഒരു മുഴയുടെ കാര്യം പറഞ്ഞത്, ഉടമ്പടി തൈലം തേച്ച് മാത്രം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഹോസ്പിറ്റലിലും പോയില്ല. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ മകൾ പറഞ്ഞത്, ഏറ്റവും വലിയ സർജൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നാണ്. ആ സർജൻ്റെ അടുത്ത് പോയാണ് പ്രാർത്ഥിച്ചത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പ് കൊടുത്തു, തൈലം തേച്ചു പ്രാർത്ഥിച്ചു. ആ മുഴ ഡിസപ്പിയറായി, അപ്രത്യക്ഷമായി. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ വിശ്വാസത്തോടെ
പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമ്പോൾ കൈവിടില്ലാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം രോഗസൗഖ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മക്കൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പൊതിച്ചോറ് കൊടുക്കുകയും തളർന്ന വീൽചെയറിൽ നിൽക്കുന്ന രോഗികളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഇതൊന്നും ഈശോയും അമ്മയും കാണാതെ പോകുന്നില്ല. നമ്മൾ ഓരോ കാര്യവും ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവാനുഗ്രഹമാണ്. ഈ മക്കൾ അക്രൈസ്തവരായ ഈ മക്കൾ ഈശോയുടെ മമ്മയോട് ചേർന്ന് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശോയുടെ മമ്മയുടെ സാന്നിധ്യമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും മനുഷ്യശക്തിയിലല്ല ദൈവശക്തിയിലാണ് യഥാർത്ഥ വിജയം എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനം അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ സഹായം മനുഷ്യശക്തിയിൽ നിന്നല്ല, കർത്താവിൽ നിന്നാണ്. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും തൻ്റെ ശക്തിയാൽ എന്നെ നല്ല രീതിയിൽ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. മാലവികയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.